ഹായ് ഹലോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ഇറ്റ്സ് മീ റോസ്. ഞാൻ ഇന്ന് തൊട്ട് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെയും മിക്കാടെയും ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അതിനകത്ത് ഞാൻ പറയുന്നുണ്ട് 10 തിങ്സ് യു മസ്റ്റ് ക്യാരി എന്ന് പറഞ്ഞിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ കാശ്മീർ ട്രിപ്പ് അല്ലെങ്കിൽ മണാലിയിൽ ട്രിപ്പ് പോകുമ്പോൾ, പ്രത്യേകിച്ചും വിൻ്റർ ടൈമിൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ ക്യാരി ചെയ്യണം എന്നുള്ളത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിൽ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർ അതുകൂടെ ഒന്ന് പോയി കാണണം. കാരണം ആ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ സെക്കൻഡ് പാർട്ട് പോലെ ഈ വീഡിയോ ഇട്ടത്. ഇതിൽ മെയിൻലി നമ്മൾ കുട്ടികൾക്ക് എങ്ങനെ ഈ വിൻ്റർ ടൈമിൽ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ ഇപ്പോൾ കാശ്മീരാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെ പോകുമ്പോൾ നമ്മൾ എങ്ങനെ കുട്ടികൾക്ക് ഡ്രസ്സപ്പ് ചെയ്യണം എന്നുള്ളതാണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നത്. അപ്പോൾ 4 ലെയറാണ് നമ്മൾ ഇടുന്നത് കുട്ടികൾക്ക്. അപ്പോൾ അതൊക്കെ എന്താണ് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചു തരാം. നമ്മൾ ട്രിപ്പ് പോകുന്നത് ഡിസംബർ 20th ഞങ്ങൾ ഇവിടെ നിന്ന് ട്രെയിനിലാണ് പോകുന്നത്. ഇവിടെ നിന്ന് ഞങ്ങൾ ഇറങ്ങുന്നത് ഇപ്പം ഞങ്ങൾ ജാർഖണ്ഡിലാണുള്ളത്. ജാർഖണ്ഡിൽ നിന്ന് നമ്മൾ ട്രെയിൻ രാത്രി 7 മണിക്കാണ്. അവിടെ നിന്ന് നേരെ ഡൽഹിയിലെത്തുന്നു. ഡൽഹിയിൽ രാവിലെ നമ്മളെത്തും. 21st രാവിലെ ഡൽഹിയിൽ എത്തിയിട്ട് 21st രാത്രി നമ്മൾ അവിടെ നിന്ന് കയറും. 22nd രാവിലെ ആണ് നമ്മൾ ജമ്മു താവിയിൽ എത്തുന്നത്. നമ്മുടെ കാശ്മീർ വ്ളോഗൊക്കെ വരുന്നുണ്ട്, ആരും മിസ് ചെയ്യാതെ കാണുക. പിന്നെ നമ്മളൊരു 6 days ആണ് കാശ്മീർ ഉള്ളത്. അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ പാക്ക് ചെയ്തുകൊണ്ട് പോകണം. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാൻ കുട്ടികൾക്കെല്ലാം ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതാണ്. ഇതൊന്നും ഞാൻ ഓരോന്നായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒരു ട്രോളി മക്കൾക്കും ഒരു ട്രോളി എനിക്കും മിക്കാക്കുമാണ്. അങ്ങനെയാണ് 2 ട്രോളിയാണ് നമ്മൾ കൊണ്ടുപോകുന്നത്. ഇതിനകത്തും ഞാൻ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്യാവശ്യം ഇതിനി ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പോൾ ഫസ്റ്റ് നമുക്ക് കുട്ടികൾക്ക് വേണ്ടത് തേർമൽസ് ആണ്. തേർമൽസ് ഇതേപോലെ തേർമൽസിൻ്റെ ഇത് ബോട്ടമാണ്. ഇത് മോളുടെ ആണ് കേട്ടോ, 3 വയസ്സുള്ള ആളുടെയാണ്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലെയർ എന്ന് പറയുന്നത് തേർമൽസ് ആണ്. കുട്ടികൾക്ക് ഫസ്റ്റ് ലെയർ ആയിട്ട് നമ്മൾ തേർമൽസ് ഇട്ട് കൊടുക്കുന്നു. ഫസ്റ്റ് ഞാൻ മോളുടേത് പറഞ്ഞു പോകാം, എന്നിട്ട് ഞാൻ മോളുടേത് കാണിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ലെയർ നമ്മൾ കണ്ടു. ഇനി നമുക്ക് സെക്കൻഡ് ലെയർ കാണിച്ചു തരാം. അപ്പോൾ ഫസ്റ്റ് ലെയർ ആണ് തേർമൽസ് കേട്ടോ. മക്കൾക്ക് 4 ലെയർ ആയിട്ടാണ് ഡ്രസ്സ് ചെയ്യുന്നത്. സെക്കൻഡ് ലെയർ ആയിട്ടൊരു പുള്ളോവർ, ഒരു ടേർട്ടിൽ നെക്ക് പുള്ളോവർ ആണ് യൂസ് ചെയ്യുന്നത്. ഇത് നല്ല കട്ടിയാണ് കേട്ടോ, നല്ല മെറ്റീരിയലാണ്. അപ്പം കുട്ടികൾക്ക് പ്രത്യേകിച്ച് നമ്മൾ നല്ല രീതിയിൽ കവർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഇനി തേർഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത് സെറ്ററാണ് കേട്ടോ. ഇതാണ് തേർഡ് ലെയർ. ലാസ്റ്റ് ലെയർ ആയിട്ട് വരുന്നത്, ഞാൻ ജാക്കറ്റ്സ് ഒക്കെ ഓൾറെഡി ഇങ്ങനെ മടക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് നമ്മളിപ്പം വാക്യൂം ബാഗിൽ കയറ്റിയിട്ട് അതിനെ പറ്റിയിട്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്. ഇതാണ് ജാക്കറ്റ്. ഇതാണ് ഫോർത്ത് ലെയർ. ഇത് നല്ല കട്ടിയുള്ള നല്ല മെറ്റീരിയൽ തന്നെ നോക്കി മേടിക്കാൻ ശ്രമിക്കുക. പ്രത്യേകിച്ച് -ഡിഗ്രിയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് പറഞ്ഞിട്ട് തന്നെ നമ്മൾ ജാക്കറ്റ് മേടിക്കാൻ ശ്രമിക്കുക. ഇതാണ്. ഇതിനകത്ത് ഇതേപോലെ ഒരു ഡിറ്റാച്ചബിൾ ക്യാപ്പ് വരുന്നുണ്ട്. ഫോർത്ത് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ 4 ലെയേഴ്സും കണ്ടു. ജാക്കറ്റ്, സ്വെറ്റർ, ഒരു ഹൈനെക്ക്, ഒരു പുള്ളോവർ, പിന്നെ ഒരു തേർമൽസ്. അപ്പം തേർമൽ വെയറും കണ്ടു. അപ്പോൾ ഇതാണ് 4 ലെയർ. ഇനി ബോട്ടമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതേപോലെ, ഒന്നുകിൽ ഈ തേർമൽസ് യൂസ് ചെയ്യും, അല്ലെങ്കിൽ ഫസ്റ്റ് ലെയർ ആയിട്ട് ഇതേപോലെ ഫ്ലീസ് ലൈൻ ലെഗിങ് കിട്ടും. ഞാൻ എൻ്റെത് കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ കുട്ടികൾക്കും ഇങ്ങനെ മേടിക്കാൻ കിട്ടും കേട്ടോ. നല്ല സ്ട്രെച്ചബിൾ ആണ്. ഇത് ഫ്ലീസ് ലൈൻ ലെഗിങ് ആണ്. ഇതേപോലെയാണ് അത്. ഇങ്ങനെ നമ്മുടെ ബോഡിയിൽ ജനറേറ്റ് ചെയ്യുന്ന ഹീറ്റ് പുറത്തേക്ക് പോകാതിരിക്കാനായിട്ട് ഇത് ഹെൽപ്ഫുൾ ആണ്. അപ്പോൾ ഞാനിത് ഫസ്റ്റ് ലെയർ ആയിട്ട് മോക്ക് ഇത് ഫസ്റ്റ് ലെയർ ഇട്ട് കൊടുക്കും. സെക്കൻഡ് ലെയർ ആയിട്ട് ഈ തേർമൽസിൻ്റെ ബോട്ടം ഇട്ട് കൊടുക്കും. പിന്നെ നമ്മുടെ ലാസ്റ്റ് ലെയർ ആയിട്ട് ഇതേപോലെ ഒരു വുളൻ പാൻസ് ആണ് കേട്ടോ. ഇതൊക്കെ ഇതേപോലെ വുളൻ പാൻ്റാണ്. നല്ല കട്ടിയുള്ള ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇതേപോലത്തെ കുറച്ചധികം ഡ്രസ്സ്, ഇതേപോലത്തെ കുറച്ചധികം പാൻസ് നമ്മൾ കയ്യിൽ കരുതിയിട്ടുണ്ട് മോക്ക് വേണ്ടിയിട്ട്. ഇത് നോർമൽ ഗ്ലൗസ് ആണ്, അത് വുളൻ ഗ്ലൗസ് ആണ്. പിന്നെ ഇത് നോർമൽ സോക്സ് ആണ്. അപ്പോൾ ഇതും ഒക്കെ നല്ല വുളൻ ഡ്രസ്സാണ്. അതിൻ്റെ ഇത് സെറ്റ് വൈസ് ആയിട്ട് മേടിച്ചാണ് കേട്ടോ. നമുക്ക് തേർഡ് ലെയർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണിത്. ഇതിൻ്റെ മുകളിലാണ് നമ്മൾ ജാക്കറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇതേപോലെ വാട്ടർ പ്രൂഫ് ഗ്ലൗസ്, ഇത് മോക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഒരു നോർമൽ സോക്സ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ മണ്ടിയിലേക്ക് വുളൻ സോക്സ് ഇട്ടിട്ട് വേണം നമ്മൾ ബൂട്ട്സ് യൂസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ്. പിന്നെ ക്യാപ്പ് ഇതിങ്ങനെ ഫുള്ളി കവർ ചെയ്ത് വരുന്നതാണ്. അതായത് നെക്കും കൂടിയിട്ട് കവർ ചെയ്ത് വരുന്ന ടൈപ്പ് ഓഫ് ക്യാപ്പാണ്.
പിന്നെ ഒരു നോർമൽ ക്യാപ്പ്, ഇതേപോലത്തെ കുറച്ച് ക്യാപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്. അപ്പം മോക്ക് ഡ്രസ്സപ്പ് ചെയ്യുന്നതെല്ലാം ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് കാണിച്ചിട്ടുണ്ട് എന്തൊക്കെയാണെന്ന്. കൊണ്ട് പോകുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഞാനത് ചെയ്യാഞ്ഞത്. കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് വാക്യൂം ബാഗിനെ പറ്റിയിട്ട്. അപ്പോൾ അതിൽ നമ്മളിത് നിറച്ചിട്ട് എല്ലാം ഫില്ല് ചെയ്ത ശേഷം, ജാക്കറ്റുകളെല്ലാം ഫില്ല് ചെയ്ത ശേഷം അത് നമ്മൾ പമ്പ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഈസിലി നമുക്കിതിനകത്ത് താഴെ ഇത് വെക്കാം. അല്ലെങ്കിൽ നമ്മൾ ജാക്കറ്റ്സ് വെക്കുമ്പോൾ തന്നെ ട്രോളി ബാഗ് ഫില്ലായി പോകും. അപ്പോൾ നമുക്കിത് വേഗം ഷഡ്ബഡ് ചെയ്ത് മടക്കി വെക്കാം. അപ്പോൾ ഇനി മോന് എന്തൊക്കെയാണ് എടുത്ത് വെക്കുന്നത് കാണിച്ചു തരാം. മോനും ഫസ്റ്റ് ലെയറായിട്ട് നമ്മൾ ഇതേപോലെ തേർമൽസിൻ്റെ ബോട്ടമാണ്, ഇതാണ് അതിൻ്റെ ടോപ്പ് ബോട്ടം. അപ്പോൾ ഇതാണ് ഫസ്റ്റ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത്. മോന് ജാക്കറ്റ് ഇത് ഞാൻ ഇപ്പോൾ ഓപ്പൺ ആക്കി കാണിക്കുന്നില്ല. ഇതാണ്, ഇത് ഞാൻ മടക്കി ഇതേപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് മോന് ജാക്കറ്റ്. സെക്കൻഡ് ലെയറായിട്ട് മോന് യൂസ് ചെയ്യുന്നത് ഇതേപോലത്തെ ഒരു ഹൈനെക്ക് ഒരു പുള്ളോവറാണ്. ഇതാണ് സെക്കൻഡ് ലെയർ. ഇങ്ങനെ നെക്ക് ഇങ്ങനെയാണ് കേട്ടോ. നല്ല മെറ്റീരിയലാണ്, നല്ല തിക്ക് മെറ്റീരിയലാണ്, നല്ല എന്തോ അടിപൊളി മെറ്റീരിയലാണ്. അപ്പോൾ ഇതാണ് സെക്കൻഡ് ലെയർ. ഇതാണ് തേർഡ് ലെയർ. തേർഡ് ലെയറായിട്ട് നമ്മൾ ഇങ്ങനെ സ്വെറ്റർ അല്ലെങ്കിൽ കാർഡിഗൻ ഒക്കെ യൂസ് ചെയ്യാം. ഇതാണ് സെക്കൻഡ് ലെയർ. ബോട്ടമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് തേർമൽസിൻ്റെ ഈ ഒരു പാൻസ് ആണ്. പിന്നെ സെക്കൻഡ് ലെയറായിട്ട് ഒരു നോർമൽ പാൻസ് ആണ് യൂസ് ചെയ്യുന്നത്. ഇതാണ് സെക്കൻഡ് ലെയറായിട്ട് യൂസ് ചെയ്യുന്നത്. പിന്നെ തേർഡ് ലെയറായിട്ട് നല്ലൊരു ജീൻസ്. തേർഡ് ലെയറായിട്ട് നല്ലൊരു ജീൻസ് അല്ലെങ്കിൽ ട്രാക്ക് സ്യൂട്ട് അല്ലെങ്കിൽ ഈ വാട്ടർ റെസിസ്റ്റൻറ്റ് പാൻറ്റൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും. അപ്പം ഇതാണ് തേർഡ് ലെയർ. ഇതൊരു ട്രാക്ക് സ്യൂട്ടാണ്. പിന്നെ ഇതൊന്നും പോരായിട്ട് നമ്മളവിടെ നിൽക്കുമ്പോൾ നമുക്ക് റൂമിലൊക്കെ ഇടാനും ഡ്രസ്സ് നമ്മൾ കൈ കരുതിയിരിക്കണം. ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് തൽക്കാലം ഒന്ന് മടക്കി വെക്കുന്നേ ഉള്ളൂ. പോകുന്നതിന് മുന്നേ ഞാൻ ഒന്നും കൂടി എല്ലാം സെറ്റ് ചെയ്ത് ഒന്നും കൂടി മടക്കി വെക്കും. കാരണം മോന് ഇതേപോലെ ക്യാപ്പ് ഉണ്ട്. പിന്നെ ഇതേപോലെ നെക്ക് വാർമർ മോനും ഒരു ഫ്ലീസ് ലൈൻഡ് നെക്ക് വാർമറാണ് കേട്ടോ. നെക്ക് വാർമർ പിന്നെ അതിൻ്റെ തന്നെ ഒരു ക്യാപ്പാണ്. ഇത് സെറ്റായിട്ട് നമുക്ക് മേടിക്കാൻ കിട്ടും. നമുക്ക് ആമസോണിലും ഡെക്കാത്ലോണിലും ഒക്കെ നമുക്കിത് മേടിക്കാനായിട്ട് കിട്ടും. പിന്നെ ഒരു വാട്ടർ പ്രൂഫ് ഗ്ലൗസാണ്. പിന്നെ നോർമൽ സോക്സ്, അതിൻ്റെ മണ്ടയിലേക്ക് നല്ല തിക്ക് വൂളൻ സോക്സ് നമ്മൾ കരുതിയിരിക്കുക. സോക്സും ഒക്കെ മക്കൾക്ക് ഒരുപാട് മേടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ ട്രോളി ബാഗ് ഏകദേശം സെറ്റ് ചെയ്ത് മക്കൾക്ക് എങ്ങനെ നമ്മൾ ഡ്രസ്സപ്പ് ചെയ്യണമെന്ന് കാണിച്ചു തന്നു. പിന്നെ വേണ്ടത് ബൂട്ട്സാണ്. ഇത് മോളുടെ ബൂട്ട്സാണ്. ഇന്ന് ഫസ്റ്റ് ക്രൈന്ന് മേടിച്ചതാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് അവിടുന്ന് റെൻറ്റിന് ഓൾറെഡി നമുക്ക് ബൂട്ട്സ് അവൈലബിൾ ആണ്. നമുക്ക് റെൻറ്റിന് അവിടുന്ന് 100 രൂപയ്ക്കൊക്കെ ബൂട്ട്സ് കിട്ടും. പക്ഷേ ഈ പറയുന്ന പോലെ കംഫർട്ടബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ ഭയങ്കര നമുക്ക് സ്നോയിൽ നല്ലപോലെ നടക്കാനോ ഒന്നും പറ്റില്ല. ഒട്ടും ഗ്രിപ്പ് ഇല്ലാത്തതൊക്കെ ആയിരിക്കും. അതുകൊണ്ട് കുറച്ച് ഗ്രിപ്പുള്ളത് നോക്കിയിട്ട് ബൂട്ട്സ് മേടിക്കുക. അപ്പോൾ ഇത് ഫസ്റ്റ് ക്രൈന്ന് മോക്ക് മേടിച്ച ബൂട്ട്സാണ്. മോനും ബൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ മോന് സൈസിൻ്റെ ഇഷ്യൂ ആണെന്നതുകൊണ്ട് നമ്മളത് എക്സ്ചേഞ്ച് ചെയ്തു. ഇനിയിപ്പം അവിടെ നമ്മൾ പോകുന്നതിന് 2 ദിവസം മുന്നേ ഡെലിവർ ആവും. അപ്പോൾ അതിൻ്റെ ഫോട്ടോ ഞാൻ കൊടുത്തിരിക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് മോക്ക് മേടിച്ചത്. രണ്ടുപേരുടെയും ഫസ്റ്റ് ക്രൈന്ന് തന്നെയാണ് വാങ്ങിച്ചത്. അപ്പോൾ ഇതാണ് ബൂട്ട്സ്. അങ്ങനെ നമ്മളുടെ ട്രോളിയൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ട്രോളിയാണ്. മൊത്തത്തിൽ ഞങ്ങൾ 2 ട്രോളിയാണ് കൊണ്ടുപോകുന്നത്. ഒന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഒന്ന് എനിക്ക് വെക്കാക്കും വേണ്ടിയിട്ടാണ് ട്രോളി കൊണ്ടുപോകുന്നത്. പിന്നെ ഒരു ബാഗ് കൊണ്ടുപോകുന്നുണ്ട്, ഒരു ക്യാരി ബാഗ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഒരു ക്യാരി ബാഗ്. ഇതിലേക്ക് നമ്മൾ ട്രെയിനിൽ പോകുന്നതുകൊണ്ട് ഇതിനകത്തേക്ക് ബ്ലാങ്കറ്റ്സ്, ഇതേപോലെ 2 ചെറിയ ബ്ലാങ്കറ്റ് മേടിച്ചിട്ടുണ്ട്. നമുക്ക് ട്രെയിനിൽ പെട്ടെന്ന് എടുക്കാൻ വേണ്ടി ട്രോളിയിലൊക്കെ വെച്ചിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ക്യാരി ബാഗ്. അതിനകത്ത് അത്യാവശ്യം നമുക്ക് ഈ ഫ്ലാസ്കും പിന്നെ കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്നാക്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമുക്ക് ഈസിലി ഇതിനകത്ത് ഇവിടെ ബാക്കിലൊരു സംഭവം ഉണ്ട് കേട്ടോ. ഇതിനകത്ത് ഇങ്ങനെ കയറ്റി വയ്ക്കാം. യെസ്, വെച്ചു. നമുക്കിങ്ങനെ വെക്കാൻ പറ്റും. അപ്പോൾ 2 ട്രോളി, ഇതാണ് ഞങ്ങൾ കൊണ്ടുപോകുന്ന 2 ട്രോളി. പിന്നെ നമുക്ക് കുട്ടികൾക്ക് ഒരു റിച്ച് ആയിട്ടുള്ളൊരു ബോഡി ലോഷൻ മസ്റ്റായിട്ട് കൈ കരുതിയിരിക്കുക. ബോഡി ലോഷൻ, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ, ലിപ് ബാം, പിന്നെ കുട്ടികൾക്കും സൺഗ്ലാസ്, ഇതിനെപ്പറ്റിയൊക്കെ ഡീറ്റെയിലായിട്ട് ഞാൻ മറ്റേ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ അതൊന്ന് പോയി കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാൻ അത് പെട്ടെന്ന് ഡീറ്റെയിലായിട്ട് പറയാം. പിന്നെ നമ്മൾ ചെറിയൊരു മെഡിസിൻ കൊണ്ടുപോകാനായിട്ട്, മെഡിസിൻ ക്യാരി ചെയ്യാനായിട്ട് ചെറിയൊരു ബാഗ് എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കുട്ടികൾക്കുള്ള മെഡിസിൻസും ഞങ്ങൾക്കുള്ള മെഡിസിനും എല്ലാം ക്യാരി ചെയ്യുന്നുണ്ട്. തുമ്മൽ, ചുമ, പനി, ജലദോഷം എല്ലാത്തിനും വേണ്ടിയിട്ടുള്ളതാണിത്. അപ്പോൾ ഈ ബാക്ക് പാക്ക് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഇറ്റ്സ് ബൈ ഫ്രം റോസ്. നമ്മുടെ കാശ്മീർ വ്ലോഗൊക്കെ വരുന്നുണ്ട്, ആരും മിസ് ചെയ്യാതെ കാണുക. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ ബൈ.